കോട്ടയം വൈക്കത്ത് വീടിനുള്ളിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. വെള്ളൂർ ഇറുമ്പയം ശാരദവിലാസം വീട്ടിലാണ് 30-ന് മുകളിൽ പ്രായം തോന്നിക്കുന്ന യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. വീട്ടിൽ താമസിച്ചിരുന്ന വിജയകുമാറും ഭാര്യ ഗീതയും 2 ആഴ്ചയായി മകളുടെ വീട്ടിലായിരുന്നു. ഇവരുടെ മകനെ കുറച്ച് ദിവസമായി കാണാനില്ലായിരുന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, ഈ മൃതദേഹം ആരുടേതാണ് എന്നുള്ള എന്തെങ്കിലും നിഗമനത്തിലെത്തിയിട്ടുണ്ടോ പോലീസ്? ഈ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിലുള്ള ഒരു സങ്കീർണത. 2 ആഴ്ച മുമ്പാണ് ഈ വീട്ടുകാരായിട്ടുള്ള, അതായത് വെള്ളൂർ പഞ്ചായത്തിലെ 9-ാം വാർഡിൽ ഇറുമ്പയം എന്ന് പറഞ്ഞ പ്രദേശത്തെ ശാരദവിലാസം വീട്ടിൽ ആണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. 2 ആഴ്ചയായി അവിടുത്തെ വീട്ടുകാരായിട്ടുള്ള മകളുടെ വീട്ടിലാണ് താമസം. പക്ഷേ മകൻ ഈ വീട്ടിൽ തന്നെ തുടരുകയാണ് ഉണ്ടായത്. ആ മകനുമായി നിരന്തരം ബന്ധപ്പെടാറുണ്ടെങ്കിലും ഏതാണ്ട് 4 ദിവസങ്ങൾക്ക് മുമ്പാണ് അവസാനമായി ബന്ധപ്പെട്ടത്. പക്ഷേ ഇത്തരത്തിൽ ചില സമയങ്ങളിൽ ഫോൺ വിളിച്ചാൽ എടുക്കാത്ത സാഹചര്യം എല്ലാം തന്നെ ഉണ്ടാവാറുള്ളത് കൊണ്ട് തന്നെ അവർ അത് വലിയ കാര്യമാക്കിയിരുന്നില്ല. ഇന്ന് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് വീടിനുള്ളിൽ മൃതദേഹം കാണുന്നത്. വലിയ രീതിയിൽ പഴക്കം ചെന്നിട്ടുണ്ട്, ദിവസങ്ങളോളം പഴക്കം ചെന്നിട്ടുണ്ട്, പുഴുവരിച്ച നിലയിലാണ്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ മൃതദേഹത്തിൽ വസ്ത്രങ്ങളൊന്നുമില്ലാത്തതിനാൽ അതും വലിയ രീതിയിൽ തടസ്സമാകുന്നുണ്ട്. അപ്പോൾ മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ബന്ധുക്കൾ പറയുന്നത് മകൻ്റേതാവാൻ ഇടയില്ല എന്നുള്ള രീതിയിലാണ്. മകൻ്റേതാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസിന് ഇക്കാര്യത്തിൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മൃതദേഹം കൃത്യമായിട്ടുള്ള കൂടുതൽ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി ഇക്കാര്യത്തിൽ വൈകാതെ തന്നെ സ്ഥിരീകരണം ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാണാതായി പോയ മകനെ കുറിച്ചുള്ള അന്വേഷണവും തുടരുകയാണ്. ശരി, മിഥുൻ അയ്യപ്പനാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വൈക്കത്ത് വീടിനുള്ളിലാണ് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. വെള്ളൂർ ഇറുമ്പയം ശാരദവിലാസം വീട്ടിലാണ് 30-ന് മുകളിൽ പ്രായം തോന്നിക്കുന്ന യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത്.